അടൂർ ഏഴംകുളത്ത് ഇന്നലെ രാത്രി 12:30 തുമ്പമൺ സ്കൂളിലെ ടീച്ചറിന്റെ സുഹൃത്തും അവിടെ വെച്ച് വലിയ ഒരു വാഹനത്തിന്റെ അടിയിലേക്ക് തങ്ങളുടെ കാർ ഇടിച്ച് കയറ്റി ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. ആൾക്കാർ ഓടിക്കൂടി. കാറ് ആ വലിയ വാഹനത്തിന്റെ ചരക്ക് ലോറിയുടെ അടിയിലേക്ക് ഇടിച്ച് കയറ്റിയ നിലയിലാണ് കണ്ടത്. തൽക്ഷണം രണ്ടുപേരും മരിച്ചു. തുമ്പമൺ സ്കൂളിലെ ടീച്ചറെ അനൂജയും അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ഇന്നലെ അവരെ ഒരു ട്രാവലറിൽ അവർ സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷൻ പോയി. മടങ്ങി വരുന്ന വഴിയിൽ റോഡിൽ വെച്ച് ആ വാഹനം ചാരുമൂട് ഹാഷിം എന്ന വ്യക്തി അനൂജയുടെ സുഹൃത്ത് തടഞ്ഞു നിർത്തി. അതിനകത്ത് ടീച്ചറിനെ ബലമായി ആ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി. അയാളുടെ കാറിൽ കയറ്റി വാഹനം വിട്ടുപോയി. ഈ സമയത്ത് ആ ടൂർ പോയ ട്രാവലർ വാഹനത്തിലുള്ള ടീച്ചർ ഉടൻ തന്നെ അവരുടെ മൊബൈലിൽ അനൂജയുടെ മൊബൈലിൽ വിളിച്ചപ്പം കരയുകയായിരുന്നു. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഉത്തരവാണ് കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് ചില ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വന്നു. അവരുടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടാണ് പോയതെന്ന് ഒരു ധ്വനി പൊതുവെ വന്നിരിക്കുന്നു. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. രണ്ടുപേരും എടുത്തൊരു തീരുമാനമാണെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പോയി അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാറിൽ ഇവർ വിളിച്ചു ചോദിച്ചപ്പം ആ ടീച്ചർ കരയുകയാണ്. അപ്പം ബലം പ്രയോഗിച്ച് ഒരു ആത്മഹത്യയിലേക്ക് ടീച്ചറെ കൊണ്ടുപോയി. അതൊരു കൊലപാതകമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇടിച്ച് കാറിനകത്ത് കയറ്റി ആ വലിയ ചരക്ക് ലോറി അടിയിൽ കൊണ്ട് അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഇടിച്ച് കയറ്റി ഇവരെ കൊന്നു. കൊന്നയാള് ഡ്രൈവറായ അല്ലെങ്കിൽ ആഷിം, വാഹനം ഓടിച്ച ആളും മരിച്ചു. ഈ തുമ്പമണിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ അനൂജ വിവാഹിതയാണ്. ഭർത്താവുണ്ട്. 12 വയസ്സുള്ള ഒരു മകനുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ അനിയനുണ്ട്. ഭർത്താവിൻ്റെ പിതാവുണ്ട്. അവരൊന്നിച്ച് താമസിക്കുകയാണ്. ഇവർ രണ്ടുപേരും നേരത്തെ പരിചയക്കാരായിരുന്നു. ഒരേ നാട്ടുകാരാണ്. ആലപ്പുഴ നൂറനാട്ടുകാരിയാണ് തുമ്പമണിലെ പഠിപ്പിക്കുന്ന അനൂജ. അതിനടുത്തുള്ള പാലമേൽ എന്ന സ്ഥലത്തുകാരനാണ് ഈ ഹാഷിമും ഇവർ തമ്മിൽ ചെറുപ്പത്തെ പരിചയം ഉണ്ടാവും. ആ പരിചയം വെച്ചിട്ടാണ് അയാൾ ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നു എന്ന രീതിയിലാണ് ആ സുഹൃത്തുക്കളായിട്ട് നിലനിൽക്കുന്നത്. വർഷങ്ങൾ കടന്നുപോയി. ഇവർക്ക് 12 വയസ്സുള്ള കുട്ടിയുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ വീട്ടുകാരുണ്ട്. അങ്ങനെ സ്വച്ഛമായ ഒരു കുടുംബജീവിതം നയിച്ചു വരികയാണ് അവർ. ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം അറിയാതിരിക്കാം, അടുത്ത് ഇടപഴകിയിട്ടുണ്ടാവും. പക്ഷെ വിവാഹം കഴിച്ച് അവര് 12 വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഈ ഹാഷിം ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പല പ്രണയങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ സൗകര്യത്തിനനുസരിച്ച്, അന്നത്തെ അവരുടെ മാനസിക വളർച്ചയനുസരിച്ച് ചിലപ്പം കൂടുതൽ അടുത്തിട്ടുണ്ടാവും, പിന്നെ പിന്മാറിയിട്ടുള്ളവരെ പാർട്ട്ണറെ കൊല്ലാൻ നടക്കുകയാണ്. അത് എന്നോട് യോജിക്കാൻ കഴിയില്ല. അവർ പിന്മാറി, താല്പര്യമില്ലെങ്കിൽ പിന്പിരിഞ്ഞ് പോട്ടെ എന്നൊരു ചിന്താഗതി മലയാളികൾ, പുരുഷനായാലും സ്ത്രീ ആയാലും ശരി. ചെറുപ്രായത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം പക്വത വന്നിട്ടില്ല. അന്നേരം ഒരു അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ അടുത്തെന്ന് വരാം. കുറച്ച് കഴിയുമ്പം രണ്ടുപേരിൽ ഒരാൾ ചിലപ്പം മാറിയെന്ന് വരാം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, അറിവ് വർദ്ധിച്ചു, ചെറുപ്പത്തിലേ ഉള്ള അപക്വമായ പ്രേമമാണെന്ന് തോന്നിയിട്ടുണ്ടാവാം, അടുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ പരസ്പരം മനസ്സിലാക്കി പിന്മാറുന്നതാണ് നല്ലത്. അവരെ രണ്ടുപേരുടെയും ജീവിതം, അവർക്കൊരു കൊച്ചുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്, ഇവർക്ക് ജോലിയുണ്ട്. അവരുടെ കുടുംബം മുഴുവൻ തകർത്ത ഒരു പ്രവൃത്തിയാണ് ആശയം കാണിച്ചത്.
അയാൾ വിവാഹിതനാണ്. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അയാളൊരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ അയാളൊരു ബസ്സിലെ കണ്ടക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി സഹ അധ്യാപകരെ വിളിച്ചപ്പം അവർ കരയുകയാണ്. ബലം പ്രയോഗിച്ച് ഇതിനകത്ത് കയറ്റി അതിവേഗത്തിൽ വാഹനം ഓടിച്ച് അവനെ ആത്മഹത്യ ചെയ്യാം നമുക്ക് രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടി കരഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ആ സ്ത്രീ ആത്മഹത്യക്ക് തയ്യാറായിട്ടില്ല. ഇവൻ ഭീഷണിപ്പെടുത്തുകയും ബലപ്രയോഗം നടത്തി അവരെ കാറിൽ വലിച്ചു കയറ്റിക്കൊണ്ടുപോയി കൊന്നതെന്നേ പറയാനൊക്കുള്ളൂ. കാരണം വീട്ടുകാർക്ക് അറിയാം ഇവൻ ചെറുപ്പത്തിലെ വീടിനടുത്തുള്ളവനാണ്. ചിലപ്പം അന്നൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പം ഭർത്താവിന്റെ വീട്ടുകാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് പിന്മാറി പോകണമല്ലോ. ഇയാൾ കല്യാണം കഴിച്ചോ ഇയാളുടെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല. ഇനി അടുത്ത ദിവസം നമുക്ക് അതേപ്പറ്റി അറിയാനൊക്കുള്ളൂ. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലാ കോളേജിനകത്ത് ഒരു പെൺകുട്ടിയെ അവരെ കൂടെ പഠിച്ച ഒരു പയ്യൻ അവിടെ വെച്ച് ബ്ലേഡ് കൊണ്ട് കഴുത്തി കുത്തി അവരെ കൊന്ന ചരിത്രം. കാരണം ആ പെൺകുട്ടി പിന്മാറി, പക്ഷെ അയാൾ പിന്മാറിയില്ല. അതുപോലെ BDS പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കോതമംഗലത്ത് അവിടെ വെച്ച് അവരുടെ വീടിനടുത്ത്, കണ്ണൂരുള്ള വീടിനടുത്തുള്ള പണ്ടത്തെ കാമുകൻ എന്ന് പറയുന്നവൻ അവൻ ഇതൊന്നും പിന്മാറിയിട്ടില്ല. അവൻ പഴയ കാലത്തെ ആ സ്ഥിതിയിൽ നിൽക്കുകയാണ്. പെൺകുട്ടി വളർന്ന് BDS പാസ്സായി. അതിനുശേഷം ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷന് പോവുകയാണ്. അവിടെ വന്ന് ഒളിച്ചു വന്ന് അടുത്തൊരു ലോഡ്ജിൽ അടുത്തൊരു മുറിയെടുത്ത് ഈ പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു അയാളും ആത്മഹത്യ ചെയ്ത് ചരിത്രം നമുക്കറിയാം. ധാരാളം ഇതുപോലെയുള്ള പ്രേമ നൈരാശികൾ സ്ത്രീയായാലും പുരുഷനായാലും ശരി, അവർക്കൊരു ചെറുപ്പത്തിലുള്ള ആ ഒരു അപക്വമായ രീതിയിലുള്ള ആ അഭിനിവേശം, ആ പ്രണയം, അവർ പ്രായമായി അവർക്ക് ഡിഗ്രി കഴിഞ്ഞു, അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജീവിതാന്തസ്സിൽ പലതിലോട്ട് മാറി, അവർ സ്വയം തൊഴിലിലോട്ട് പോയി. ആ ചിന്തയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരാൾ മാറിയിട്ടുണ്ടാവും. വിട്ടുകളയുക എന്ന് പറയാനൊക്കുള്ളൂ എനിക്ക്. അമേരിക്കൻ ലൈഫാണ് ഓർമ്മ വരുന്നത്. അവിടെ പരസ്പരം അടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയും. എന്നിട്ട് പല സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നതും കാണാം. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് വിട്ടുകളയെ, അവരെ കൊല്ലാൻ പോരുത്, അവരെ മുഖത്തോട്ട് ആസിഡ് വലിച്ചെറിയരുത്. ധാരാളം കേസുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രേമം അപക്വമാണ്. ചെറുപ്പത്തിൽ നമ്മൾ അവരുടെ അടുത്ത്, പിന്നീട് വലുതായി കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവം വലിയ നടുക്കമുളവാക്കുന്നതാണ്. കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു ടീച്ചറാണ്, കുടുംബിനിയാണ്, 12 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് വിചാരിച്ചിരുന്നു. 10-15 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു ഇവർ തമ്മിലുള്ള പഴയ പ്രേമത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ. എന്തായാലും ആ സ്ത്രീയെ ബലമായി ആ ട്രാവലറിന് പിടിച്ചിറക്കി ഇവൻ കാറിൽ കയറ്റി അവൾ ഇനി ജീവിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അത് അവരുടെ ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു കൊലപാതകം തന്നെ. പക്ഷേ ഇയാളും മരിച്ച സ്ഥിതിക്ക് ആ കൊലപാതക കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ വാഹനത്തിന്റെ, ആ വലിയ ചരക്ക് ലോറിയുടെ ആ ഡ്രൈവർ ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല. അയാളെ മൊഴി വർത്തി കേസെടുത്ത് അയാളെ കുറ്റക്കാരനാക്കാനും കഴിയില്ല. കാരണം വന്ന് ഇടിപ്പിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ പേരിൽ ഒരു ക്രിമിനൽ നടപടി എടുക്കരുത് പോലീസ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.